സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുൺ ബെഞ്ചമിനെ കുറിച്ച് പരമേശ്വരനോട് പറയുവാണ്. ബെഞ്ചമിൻ എന്താണെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാച്ചാ. അന്നേരം പരമേശ്വരൻ പറയുന്നുണ്ട്, ആരെയും കണ്ണടിച്ച് വിശ്വസിക്കാൻ പാടില്ല. ശത്രുക്കൾ ചിലപ്പോൾ നമുക്ക് തൊട്ടരികെ തന്നെ ആയിരിക്കും പതിയിരിക്കാൻ പോകുന്നത്. നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജാഗ്രതയോടെ വേണം മുമ്പോട്ട് നീങ്ങാനായിട്ട്. അന്നേരം വരുൺ പറയുന്നുണ്ട്, അച്ഛാ ഇപ്പം നമ്മുടെ കമ്പനി നേരിടുന്ന പ്രശ്നത്തിന് ഞാൻ എങ്ങനെയാണ് ഒരു പരിഹാരം കണ്ടെത്തുക? അച്ഛന് എന്താ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുക? അന്നേരം പരമേശ്വരൻ പറയണേ, നീ ഒരു കാരണവശാലും എത്ര പ്രതിസന്ധി വന്നാലും നിൻ്റെ മനസ്സിലുള്ള കോൺഫിഡൻസ് വിട്ടുകളയാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള പല പ്രതിസന്ധികളും മുമ്പിൽ വരും. അതിനെല്ലാം ചങ്കൂറ്റത്തോടെ നിന്ന് ഫേസ് ചെയ്യണം. അത് തളർന്നു പോയാൽ നമ്മൾ തകരും, അതിനൊപ്പം തന്നെ നമ്മുടെ കമ്പനിയും തകരും. നമ്മൾ എത്രത്തോളം ഉറച്ചു നിൽക്കുന്നോ അതനുസരിച്ചായിരിക്കും നമ്മൾ ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം റിക്കവർ ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് വന്നാലും നേരിടാം എന്നുള്ളൊരു ധൈര്യം നിൻ്റെ മനസ്സിൽ ആദ്യം ഉണ്ടായാൽ മതി. പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ശരിയാക്കിയെടുക്കാം. എല്ലാത്തിനും കൂടെ ഞങ്ങളെല്ലാവരും നിൻ്റെ ഒപ്പം ഉണ്ടല്ലോ. അന്നേരം അച്ഛൻ്റെ വാക്കുകളൊക്കെ കേൾക്കുന്നത് വരേണ്ട സന്തോഷമാണേ. മതി അച്ഛാ, എൻ്റെ നഷ്ടപ്പെട്ടു പോയ കോൺഫിഡൻസും ധൈര്യവും ഒക്കെ എനിക്കൊന്ന് വീണ്ടും കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചെടുത്തിരിക്കും. അച്ഛൻ നോക്കിക്കോ. പിന്നീട് കാണിക്കുന്നത് ശ്യാമയാമൃതയും കൂടി തിരികെ വീട്ടിലെത്തുന്നതാണ്. അങ്ങനെ അവർ രണ്ടാളും കൂടി അകത്തേക്ക് കയറി പോകുവാണ് കേട്ടോ. തൊട്ടു പിന്നാലെ തന്നെ രാധികയുടെ കാറും അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ കാറിൻ്റെ ഒച്ച കേൾക്കുന്നതും ശ്യാമയാമൃതയും വന്ന് അവിടെ നോക്കുവാണ് വാതിലിൻ്റെ അവിടെ നിന്ന്. ഈ സമയം ദേ രാധിക മോളെ എന്ന് പറഞ്ഞ് ശ്യാമ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അമൃത പറയണേ, നിൽക്കേ, ഈ ശ്യാമയുടെ വേഷത്തിലാണോ പോകാൻ പോകുന്നത്? അയ്യോ, ഞാനത് മറന്നിട്ടെത്തി, ഞാൻ വേഗം പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. അങ്ങനെ പറഞ്ഞ് ശ്യാമ അകത്തേക്ക് പോകുവാണ്. ഈ സമയത്തായിരിക്കും കേട്ടോ രാധിക അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അല്ല അമൃത മാഡം, പുറത്തെവിടെയെങ്കിലും പോയിട്ട് വരുമായിരുന്നോ? ആ അതെ, പുറത്തൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അല്ല ഇപ്പം അകത്തേക്ക് കയറിപ്പോയതാരാ? അതോ അതിവിടെ വീടൊക്കെ ക്ലീൻ ചെയ്യാമെന്ന ആളാ? അല്ല മോളെന്താ പെട്ടെന്ന്? അത് ഫിദമ്മയുടെ എവിടെ? ആ ഫിദ ഇപ്പോൾ റെഡി ആയിട്ടുണ്ടാകുമെന്നോ? അല്ല എവിടെയെങ്കിലും പോകാൻ നിൽക്കുവാണോ? അല്ല മോള് വന്നേ. അങ്ങനെ പറഞ്ഞ രാധികനെയും കുട്ടി അകത്തേക്ക് പോകുവാണ്. ഈ സമയം ശ്യാമയാണെങ്കിൽ ഫിദയുടെ വേഷത്തിൽ അവിടെ വന്നിരിക്കുന്നുണ്ടാവും. ഫിദ മാഡം, ഞാൻ ഇന്ന് പത്രത്തിൽ ഒരു വാർത്ത കണ്ടിരുന്നു. ഗായിക ശ്യാമ മാഡത്തിന് ഒരു അപകടകാല ഫംഗ്ഷനിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ വരുന്നു എന്ന്. കാട്ടൂർ ക്ഷേത്രത്തിൽ. എനിക്കാണെങ്കിൽ ശ്യാമ മാഡത്തെ ഒന്ന് നേരി കാണുമെന്ന് വല്ലാത്ത ആഗ്രഹമാണല്ലോ. അങ്ങനെ മാഡത്തിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ക്ഷേത്രത്തിലേക്ക് പോയത്. അത് കേൾക്കുന്നത് ഫിദ ഒന്ന് ഞെട്ടുക. ശ്യാമയെ കാണാനായിട്ട് മോൾ അവിടെ എത്തിയോ? അത് കേൾക്കുന്നത് രാധിക ചോദിക്കണേ, അതെന്താ മാഡം അങ്ങനെ ചോദിച്ചത്? അപ്പോൾ മാഡം അവിടെ ഉണ്ടായിരുന്നോ? അന്നേരം അമൃത പറയണേ, അത് പിന്നെ ശ്യാമക്ക് ഫിദയോട് എന്തോ ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങളും അവിടെ പോയിരുന്നു. പക്ഷേ ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വന്നു. അല്ലേ ഫിദേ? അതെ. അല്ല മോളവിടെ ചെന്നിട്ട് ശ്യാമയൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ലെന്നേ, ഞാനവിടെ എത്തിയപ്പോഴേക്കും മാഡം ഫംഗ്ഷൻ കഴിഞ്ഞ് തിരിച്ചു പോയായിരുന്നു. പിന്നെ അവിടെയുള്ള ഭാരവാഹികളോടൊക്കെ അന്വേഷിച്ചപ്പോഴാണ് മാഡം അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ, ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ പോകുമെന്നറിഞ്ഞത്. ഇടമന മറ്റോ അങ്ങനെ എന്തോ ആയിരുന്നു സ്ഥലം. എനിക്ക് വലിയ പുൻപരിചയമൊന്നുമില്ല ആ സ്ഥലം. പക്ഷേ ഡ്രൈവറേട്ടനോട് കത്തിച്ചങ്ങ് വിടാൻ പറഞ്ഞു. അങ്ങനെ അവിടെ എത്തി. എന്നിട്ട് മോൾ കണ്ടോ ശ്യാമയെ? കണ്ടോ എന്ന് ചോദിച്ചാൽ ഒരൊറ്റ തവണ കണ്ടു. പക്ഷെ അടുത്തേക്ക് ചെല്ലാനോ ആ ശ്യാമമ്മയടുത്തോടൊന്ന് സംസാരിക്കണോ ഒന്നിനും പറ്റിയില്ലെന്നേ. പക്ഷേ സത്യം പറയാലോ ഫിദ മാഡം, കണ്ടു കഴിഞ്ഞാൽ എന്നെപ്പോലെ തന്നെയാണ് കാണാനായിട്ടുള്ളത്. ഞാൻ എന്നെ കണ്ണാടി നോക്കുന്നത് പോലെ തോന്നും. ഈ സമയം അതൊക്കെ കേട്ടിട്ട് ശ്യാമക്ക് ഒത്തിരി സന്തോഷമാകുവാണ്. അന്നേരം അമൃത കണ്ണുകൊണ്ട് മറ്റേ കാര്യം ചോദിക്കുന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ശ്യാമ ചോദിക്കണേ, അല്ല മോള് പറഞ്ഞല്ലോ ശ്യാമയെ കാണാൻ മോളെപ്പോലെ തന്നെയാവുള്ളതെന്ന്. അപ്പോൾ മോൾക്ക് അത് കേൾക്കുന്നതും രാധിക പറയണേ, എനിക്ക് എൻ്റെ അമ്മയെപ്പോലെ തോന്നിയോന്നായിരിക്കുമല്ലേ ചോദിക്കുന്നത്. എന്താ ഫിദ മാഡം ഇത്? ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന്. ശ്യാമയോടത്ത് ഞാൻ കാണുന്നത് ദൈവത്തിൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ ആ ശ്യാമ മാഡത്തിന് എനിക്ക് അമ്മയായിട്ടോ കൂട്ടുകാരിയായിട്ടോ ഒന്നും വേണ്ട. ദൈവങ്ങളുടെ സ്ഥാനത്ത് തന്നെ ഇരുന്നാൽ മതി. പിന്നെ ഇത് കഴിഞ്ഞുണ്ടായ സംഭവം എന്താണെന്നറിയോ? എന്ത് സംഭവം? കൊലപാതക ശ്രമം. അത് കേൾക്കുന്നതും രണ്ടുപേരും ഞെട്ടുക. മോളെ നീ എന്താ പറയുന്നത്? ശ്യാമ മാഡത്തിൻ്റെ വണ്ടി പോയതും ഞാൻ എൻ്റെ വണ്ടിയിലേക്ക് കയറാൻ അവിടെ നിൽക്കുമായിരുന്നു. അന്നേരം ഒരു ജീപ്പുണ്ടല്ലോ എന്നെ മനഃപൂർവ്വം ഇടിക്കാൻ വേണ്ടി എൻ്റെ നേരെ വന്നു. അവിടെ അമ്പലത്തിലുണ്ടായിരുന്ന ആൾക്കാർ എന്നോട് മാറാൻ പറഞ്ഞ സമയത്ത് ഞാൻ പെട്ടെന്ന് അത് കണ്ട് പിന്നോട്ട് മാറിയത്. അത് കാരണം എൻ്റെ ജീവൻ തന്നെ രക്ഷപ്പെട്ടത്. അല്ലായിരുന്നെങ്കിലുണ്ടല്ലോ ആ വണ്ടി എന്നെ ഇടിച്ച് തെറിപ്പിച്ചിട്ടിട്ട് പോയേനെ. അത് കേൾക്കുന്നതും ഞെട്ടലോട്ട് കൂടി വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ്ടോ ശ്യാമ. എന്നിട്ട് അപ്പം തന്നെ ഫോൺ എടുത്ത് ആ റെസിപ്പിനെ വിളിക്കണേ. ഹലോ സാർ, ഞാൻ ഫിദയെ വിളിക്കുന്നത്. ഞാൻ സാറിനെ ഒരു പ്രത്യേക കാര്യം ഏൽപ്പിച്ചിരുന്നു. സാർ അത് മറന്നോ? ഇല്ല മാഡം അങ്ങനെ ഏൽപ്പിച്ച കാര്യം എനിക്ക് മറക്കാൻ പറ്റുമോ? ഇവിടെ ഇലക്ഷൻ്റെ മറ്റും തിരക്കുകളും അതിൻ്റെ ഡ്യൂട്ടി ആക്കിയത് കാരണം കുറച്ച് ബിസിയായിപ്പോയി. പക്ഷേ മാഡം ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. അതിൻ്റെ അന്വേഷണത്തിന് തന്നെ ഇതൊരിക്കലും ഞാൻ വിട്ടുകളയില്ല മാഡം. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, അതെ, പോലീസുകാർക്കിടയിൽ ചുരുക്കം ചില ആദർശം
പറഞ്ഞ് ജോലിയിലൊക്കെ ആത്മാർത്ഥത കാണിക്കുന്ന ആൾക്കാരേ ഉള്ളൂ സാറിന് ഞാൻ അക്കൂട്ടത്തിലെ പെടുത്തിയിരിക്കുന്നത്. അന്നേരം ആ പോലീസുകാരൻ പറയണേ, ക്ഷമ മാഡം ധൈര്യമായിട്ടിരിക്കുക, മാഡത്തിൻ്റെ വിശ്വാസം ഒരിക്കലും ഞാൻ തെറ്റിക്കില്ല, ഉടനെ തന്നെ ഞങ്ങൾ പ്രതികളെ കൈയോടെ പിടികൂടിയിരിക്കും. അങ്ങനെ പറഞ്ഞ് അയാളെ ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയം ക്ഷമയോട് രാധിക പറയണേ, എന്നാൽ ശരി മാഡം ഞാൻ ഇറങ്ങട്ടെ. മോളെ നിൽക്ക്, വരുണിനെ വിളിച്ചിട്ട് പോയാൽ മതി. എന്താ മാഡം ഇത്, ഇത്രക്കൊക്കെ അങ്ങനെ പേടിക്കണോ? നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പല കാര്യങ്ങളും മുമ്പിൽ സംഭവിക്കില്ലേ, അതൊക്കെ ഓർത്ത് പേടിച്ചിരിക്കാൻ പറ്റുമോ? എന്താണെങ്കിലും ശരി, നിന്റെ ജീവിതത്തിൽ വെച്ച് റിസ്ക് എടുക്കാനേ എന്നെക്കൊണ്ട് പറ്റില്ല. മോള് വാ. അങ്ങനെ പറഞ്ഞ് രാധികനെയും കൂട്ടി പൂജാമുറിയിലേക്ക് പോകുവാണ്. മോളെ കണ്ണടച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഈ സമയം ക്ഷാമയും കണ്ണടച്ച് ഭഗവാനോട് പറയണേ, എൻ്റെ കൃഷ്ണ എൻ്റെ മോളെ കാത്തോണേ, അവളുടെ ജീവന് ഒരാപത്തും വരുത്തല്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഈ സമയം രാധിക പറയണേ, സത്യം പറയാലോ, എൻ്റെ ജീവന് വേണ്ടി ഭഗവാനോട് ഇത്രയധികം പ്രാർത്ഥിക്കാനും ആകുലപ്പെടാനും ഇതുപോലെ അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ, അപ്പം എനിക്ക് ഒന്നും പറ്റില്ല. എന്നാൽ ശരി മാഡം ഞാൻ ഇറങ്ങട്ടെ. അങ്ങനെ പറഞ്ഞ് രാധിക പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുവാണ്. ഈ സമയം വാതിലിൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ക്ഷമയാണെങ്കിൽ വീണ്ടും ഭഗവാന് മുമ്പിൽ ഭക്തിയോടെ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുക. അതുകൊണ്ട് അത്ഭുതത്തോടെയും ആശ്ചര്യത്തോടെയും ശ്യാമത്തിനെ നോക്കി നിൽക്കുവാണ് കേട്ടോ രാധിക. ഈ സമയം അങ്ങോട്ടേക്ക് വരുന്ന അമൃത രാധിക ഇങ്ങനെ ശ്യാമയെ നോക്കുന്നത് ശ്രദ്ധിക്കുവാണ്. അങ്ങനെ ഫിദ എന്ന് പറഞ്ഞ് വിളിച്ച് രാധിക ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ ഒരു സൂചന കൊടുക്കുവാണ് കേട്ടോ. ഈ സമയം എന്നിട്ട് അമൃത ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ഫിദ ഇത്, ഇന്നെന്താ ഭഗവാനോട് വല്ലാത്തൊരു ഇഷ്ടം പോലെ കുറേ നേരം കൃഷ്ണ ഭഗവാന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടായല്ലോ. അന്നേരം ക്ഷമ പറയണേ, അത് പിന്നെ എപ്പോഴും മനസ്സിലുണ്ട്, പക്ഷേ ചില പ്രത്യേക സമയത്ത് ഭഗവാനോട് കുറച്ചധികം സംസാരിച്ചു പോകും. എല്ലാ ദൈവവും ഒന്നാണെന്നല്ലേ പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ രാധികയുടെ ഉള്ളിൽ തോന്നിയ ആ ഒരു സംശയത്തെ മാറ്റിക്കളയുവാണ്. പിന്നീട് കാണിക്കുന്നത് കണിമംഗലം കേട്ടോ. അങ്ങനെ CI മോഹനും മറ്റു പോലീസുകാരും കൂടി കണിമംഗലത്തെത്തുവാണ്. ഈ സമയം അകത്തു നിന്ന് ഉർവശിയും കൽപ്പന ഇത് കാണുന്നുണ്ടാവും. കൽപ്പനെ, ദേ എന്തോ ഒരു വലിയ സംഭവം നടക്കാൻ പോകുക, നീ ചെന്ന് എല്ലാവരും വിളിച്ചുകൊണ്ട് പോവാ. അങ്ങനെ കൽപ്പന എല്ലാവരും വിളിക്കാനായിട്ട് അകത്തേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം CI അകത്തേക്ക് വരുവാ. എന്താ സാറേ, എന്താ പ്രശ്നം? ഇവിടെയുള്ള ബാക്കിയുള്ളവരൊക്കെ ഇല്ലേ, എല്ലാവരും ഒന്ന് വിളിക്കാൻ പോയിട്ടുണ്ട്, ഇപ്പോൾ ഒരു സാറേ. അന്നേരം കൽപ്പനയാണെങ്കിൽ പത്മിനിയും മുത്തശ്ശിനെയും കൂട്ടി വരുവാണ്. അന്നേരം CI പറയുന്നുണ്ട്, അല്ല ഞാൻ പോലീസുകാരുടെയും വനിതാ കമ്മീഷൻ്റെയൊക്കെ പ്രൊട്ടക്ഷനോടെ 2 പേരെ ഈ വീട്ടിലേക്ക് താമസിക്കാൻ പറഞ്ഞയച്ചായിരുന്നു, അവരെവിടെ? അന്നേരം പത്മിനി പറയണേ, അവരവരുടെ വീട്ടിലേക്ക് പോയതാണോ, നിങ്ങൾ ഇവിടുന്ന് തല്ലി അടിച്ചിറക്കി വിട്ടതാണോ? നിങ്ങൾ വരുണിൻ്റെ ചെറിയമ്മയല്ലേ എന്നും പറഞ്ഞ് ഉർവശിയുടെ അരികിലേക്ക് ചെല്ലുവാണ്. എന്നിട്ട് ചോദിക്കണേ, നിങ്ങൾ പ്രിയങ്കേനെയോ അവളുടെ മുത്തശ്ശീനെയോ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഉപദ്രവിക്കുകയോ തല്ലുകയോ എന്തെങ്കിലും ചെയ്തോ? അയ്യോ സാറേ ഇല്ല, എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടായിട്ടില്ല. പിന്നീട് കൽപ്പന അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കണേ, നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? അയ്യോ സാർ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഈ വീട്ടിലെ മറ്റാരെങ്കിലും അങ്ങനെ ചെയ്തതായിട്ട് നിങ്ങൾക്കറിയോ? നിങ്ങളോടാ ചോദിച്ചത്. പ്രിയങ്കയെ ശാരീരികമായിട്ട് ആരെങ്കിലും ഇവിടെ ഉപദ്രവിച്ചോ എന്ന്, അവൾ ഈ വീട്ടിൽ നിന്ന് തല്ലി ഇറക്കി വിട്ടോ എന്ന്. അന്നേരം ജയഭാരതി പറയണേ, അവളെ ഞാനാ തല്ലിയത്. അന്നേരം CI ചോദിക്കണേ, അവളെ അങ്ങനെ തല്ലി ഇറക്കി വിട്ട് നിയമം നടപ്പിലാക്കാൻ നിങ്ങൾക്കാരാ അധികാരം തന്നത്? നിങ്ങളാരാ, മജിസ്ട്രേറ്റോ അതോ കോടതിയോ? അന്നേരം ജയഭാരതി പറയണേ, ഞാൻ ഈ കടമംഗലം കുടുംബത്തിലെ മൂത്താങ്കമാണ്. ഇവിടെ അന്യായമായിട്ട് 2 പേര് പച്ചക്കള്ളം കുറഞ്ഞ് കയറി താമസിക്കുന്നത് കണ്ടാലേ അതും കണ്ട് നോക്കി നിൽക്കാൻ പറ്റില്ല. സാറിന് തന്നെ അറിയാമായിരുന്നല്ലോ, ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ അവൾ ആദ്യം ഇങ്ങോട്ടേക്ക് വന്നത് അത് പച്ചക്കള്ളമാണെന്ന് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. പിന്നീട് തലയ്ക്ക് സ്ഥിരതയില്ലെന്ന് പറഞ്ഞു, അതും കള്ളമാണെന്ന് അവൾ തന്നെ സമ്മതിച്ച കാര്യമാണ്. അന്നേരം CI പറഞ്ഞേ, എന്ത് സമ്മതിച്ചെന്ന്? നിങ്ങൾ തല്ലി അവളെ കൊണ്ട് അങ്ങനെ ഒരു കാര്യം പറയിച്ചു. പോലീസുകാർ പ്രതികളെ തല്ലി പല കാര്യങ്ങളും പറയിപ്പിക്കാറുണ്ടല്ലോ, അങ്ങനെ അവസാനം തല്ലുകൊണ്ട് കഴിഞ്ഞാൽ അവർ പറയുന്നത് അവർക്ക് പിന്നീട് പറയാൻ പറ്റൂ. അതുപോലെ നിങ്ങളുടെ ക്രൂരമായ പീഡനം താങ്ങാനാവാതെ അവളങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ എന്താണെങ്കിലും പ്രിയങ്കയുടെ സുകുമാരി അമ്മയുടെ ഭാഗത്തുനിന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട്. അതെ, ഗാർഹിക പീഡനമാണ് കുറ്റം. പ്രിയങ്കയെ തല്ലി ചതച്ച് അവശയാക്കി ഈ വീട്ടിൽ നിന്ന് പുറത്താക്കി. അതിന് നേതൃത്വം കൊടുത്ത ജയഭാരതി അമ്മയ്ക്കെതിരെ തന്നെയാണ് പരാതിയുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനാണ് ഞാൻ വന്നത്. ഈ സമയം പത്മിനി പറയണേ, അയ്യോ സാറേ ഞങ്ങളുടെ അമ്മയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല. അവർ കള്ളം പറയുന്നതാ, അവർ പറയുന്ന ഒന്നും സത്യമല്ല. അതെ, നിങ്ങൾ എന്നെ സത്യം ഏതാ കള്ളം ഏതാണെന്നൊന്നും കൂടുതൽ പഠിപ്പിക്കാൻ നിൽക്കേണ്ട, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഈ സമയം ജയഭാരതി പറയണേ, സാർ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഇപ്പം ചിലപ്പോൾ ഈ നിൽക്കുന്ന 4-5 പേരുടെ മുമ്പിൽ സാർ ജയിക്കുമായിരിക്കും. പക്ഷേ ഉണ്ടല്ലോ, എന്നെക്കൊണ്ട് അധികം നാളൊന്നും നിങ്ങൾക്ക് ജയിലിലിടാൻ പറ്റില്ല. സത്യം ഒന്നാണെങ്കിൽ പുറത്ത് വന്നിരിക്കും. അന്നേരം ഞാൻ പുഷ്പം പോലെ പുറത്തിറങ്ങുകയും ചെയ്യും. ആ സമയം നിങ്ങളുണ്ടല്ലോ, എനിക്കും എൻ്റെ ചുറ്റുമുള്ളവർക്ക് മുമ്പിൽ തല താഴ്ത്തി നിൽക്കേണ്ടി വരും. ആണോ, ആയിക്കോട്ടെ, അതപ്പം ഞാൻ ചെയ്തോളാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയാ ആവശ്യത്തിനുള്ള ആൾക്കാരെയായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. അതെ, ഇവരുടെ കയ്യിൽ വിലങ്ങ് വെക്ക്. അന്നേരം പത്മിനി അവരെ തടയണേ, എൻ്റെ അമ്മയുടെ കൈ വിലങ്ങ് വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. സാറിൻ്റെ കാല് പിടിക്കാൻ ഞാൻ.
അന്നേരം ജയഭാരതി പറയണേ, പത്മിനി നീ അങ്ങോട്ട് മാറി നിൽക്കൂ, അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഇതിൻ്റെ പേരിൽ നമ്മുടെ കുടുംബത്തിൻ്റെ അന്തസ്സ് ആർക്കു മുമ്പിലും അടിയറവ് വെക്കാൻ പാടില്ല. ഈ സമയം ആ പോലീസുകാർ വന്ന് ജയഭാരതി അമ്മയുടെ കയ്യിൽ വിലങ്ങ് വെച്ച് അവിടെ നിന്നും കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഈ സമയം കൽപ്പനയും ഉർവശിയും കൂടി അവിടെ കിടന്ന് അഭിനയിക്കുക. അയ്യോ ഞങ്ങൾ കാല് പിടിക്കുക സാറേ, ഞങ്ങളുടെ അമ്മയെ ഇവിടെ നിന്ന് കൊണ്ടുപോകല്ലേ, ഞങ്ങളുടെ മുത്തശ്ശിയെ കൊണ്ടുപോകല്ലേ എന്നൊക്കെ പറയുവാണ്. അന്നേരം ജയഭാരതി പറയണേ, കൽപ്പനെ ഉർവശി നിങ്ങളോട് കരഞ്ഞപേക്ഷിക്കാൻ ആരെങ്കിലും പറഞ്ഞോ? വെറുതെ കുടുംബത്തിൻ്റെ നാണം കെടുത്താതെ അങ്ങോട്ടേക്ക് മാറി നിൽക്കും. അങ്ങനെ ജയഭാരതി അമ്മയും കയ്യിൽ വിലങ്ങ് വെച്ചുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയത്തായിരിക്കും കാറിൽ വരുണിൻ്റെ അധികം തിരികെ എത്തുന്നത് കേട്ടോ. അങ്ങനെ മുത്തശ്ശിയെ പോലീസുകാർ വിലങ്ങ് വെച്ച് കൊണ്ടുവന്ന് ഈ കാഴ്ച കണ്ട് വരുണിൻ്റെ അധികം മുത്തശ്ശിയുടെ അരികിലേക്ക് ഓടിയെത്തണേ. മുത്തശ്ശി എന്താ ഇതൊക്കെ, എന്താ സംഭവിച്ചത്? അന്നേരം CI പറയണേണ്, പ്രിയങ്കിയും സുകുമാരിയമ്മയും ഇവർക്കെതിരെ കേസ് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങളെയും കൂടി കൂട്ടത്തിൽ പൊക്കിയെടുത്തുകൊണ്ട് പോകേണ്ടതാ. തൽക്കാലം ഞാനിത് ബാക്കി വെച്ചിരിക്കുവാണ്. പ്രിയങ്കയെ ഇവിടുന്ന് തല്ലി ചവിട്ടി പുറത്താക്കിയതിനാണ് ഇവരിപ്പോൾ കൊണ്ടുപോകുന്നത്. അന്നേരം വരൻ പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശിയെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല ദേ എന്നൊക്കെ പറഞ്ഞ് അവരോട് ദേഷ്യപ്പെട്ട് ആ CIയുടെ യൂണിഫോമിൻ്റെ കോളറിലൊക്കെ കയറി പിടിക്കുവാണ്. അന്നേരം വരൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് CI പറയണേ, ഡാ മോനെ, യൂണിഫോമിട്ട് പോലീസുകാരൻ്റെ ദേഹത്ത് കൈവച്ചാലുണ്ടല്ലോ നിൻ്റെ മുത്തശ്ശിയുടെ കൂടെ നിന്നെ പൊക്കിയെടുത്ത് ലോക്കപ്പിലിടും. ഈ സമയം രാധിക പറയണേ, സാർ ഞങ്ങൾ രണ്ടാരെയും വേണമെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോക്കോ, പക്ഷേ മുത്തശ്ശിയെ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എടി മോളെ നീ കൂടുതൽ ആദർശമൊന്നും പറയല്ലേ, നിൻ്റെ മുത്തശ്ശിയുടെ ധീരത കേട്ടെ താഴമ്പിച്ച് ഭ്രാന്തെടുത്തിരിക്കുവാൻ ഞാൻ. എന്നിട്ട് വരുണോട് പറയണേ, എടാ വരുണേ, നമ്മൾ തമ്മിൽ പേഴ്സണലായിട്ട് തീർക്കേണ്ട ചില കണക്കുകളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സാമ്പിൾ മാത്രമോടെ ഇത്. അധികം വൈകാതെ നിന്നെ അകത്തെത്തിക്കാനുള്ള പടികളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ബാക്കി കണക്കുകളെല്ലാം നീ അകത്തെത്തിയിട്ട് ഞാൻ തീർക്കാടാ എന്നും പറഞ്ഞ് വരുണിനെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന CIനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് പോലീസുകാരങ്ങനെ മുത്തശ്ശി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുവാണ് കേട്ടോ. അത് കാണുന്നതും പത്മിനിയാണെങ്കിൽ ആകെ സങ്കടത്തിൽ വരുണോട് പറയണേ, വരുണേ നീ കണ്ടില്ലേടാ അമ്മയെ പോലീസുകാർക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് കണ്ടില്ലേ? അന്നേരം രാധികയും വരുണും കൂടി അമ്മനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അമ്മ ധൈര്യമായിട്ടിരിക്കുക, ഞങ്ങൾ മുത്തശ്ശിയെ അവിടെ നിന്ന് ഇറക്കി കൊണ്ടുവന്നിരിക്കും, ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ മുത്തശ്ശിയും കൂടെ ഉണ്ടാവും. അങ്ങനെ പറഞ്ഞ വരുണും രാധികയും നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന പരമേശ്വരനെയാണ് കേട്ടോ. ഈ സമയം പരമേശ്വരനെ ഇവിടെ എത്തുന്നതും കൽപ്പന ഉർവശിയും കുറിച്ചെന്ന് പറയണേ, അച്ഛാ ഇവിടെ കുറച്ച് മുമ്പുണ്ടായ സംഭവങ്ങളൊക്കെ അച്ഛൻ അറിഞ്ഞോ? അമ്മയെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. സത്യമാണ് നിങ്ങൾ പറയുന്നത്? അതെ സത്യമാണ്, വിലങ്ങ് വെച്ച് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. അങ്ങനെ ആ വാർത്ത കേൾക്കുന്നത് ചങ്ക് പൊട്ടി നിൽക്കുവാണ് കേട്ടോ പരമേശ്വരൻ. പിന്നീട് കാണിക്കുന്നത് സ്റ്റേഷനിൽ വക്കീലിനെയും കൂട്ടിയെത്തുന്ന വരുണിനെയും രാധികേനെയാണ്. അങ്ങനെ വക്കീൽ ജയഭാരതി അമ്മേനെ ജാഗ്രതയിലേക്കുന്ന കാര്യത്തെക്കുറിച്ച് CIയോട് സംസാരിക്കുവാണ്. അന്നേരം CI പറയണേ, അല്ല സാറേ, സാറിന് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്നറിയാമോ? ദേ ഈ നിൽക്കുന്നവൻ്റെ കൂടെ നിൽക്കുന്ന ഇവളുണ്ടല്ലോ, ഇതാരാന്നറിയോ? ഇവൻ താലി കെട്ടിയ ഇവൻ്റെ ഭാര്യയുടെ ചേച്ചി. ഇപ്പോൾ എങ്ങനെയാ കാര്യങ്ങളുടെ കിടപ്പെന്ന് സാറിന് മനസ്സിലായല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞ് വരുണിനെ രാധികയെക്കുറിച്ച് മോശമായിട്ട് പറയുവാണ് കേട്ടോ. അതൊക്കെ കേൾക്കുന്നതും വരുണിൻ്റെ നിയന്ത്രണം വിട്ട് വരുൺ ആ CIയുടെ ഷോട്ടിനെ കുത്തിപ്പിടിച്ച് ആകെ പ്രശ്നം ഉണ്ടാകുവാണ്. ഈ കാഴ്ച കാണുന്നതും വരുണിനെ പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുവാണ് രാധികയും ആ വക്കീലും ഒക്കെ ചേർന്നിട്ട്. അങ്ങനെയുള്ള ആ ഒരു സീനൊക്കെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്